അതൊരു വിഷയമായി. രണ്ടേകാലെങ്കിലും വേണം കുഞ്ഞിനെ, 2:30 എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. 1,900 2 100 അങ്ങനെ കുഞ്ഞല്ലേ, നമുക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല, പാലല്ലേ, അവളാണ് ഇപ്പോഴും. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പത്തനംതിട്ട ജീവമാതാ കാരുണ്യ ഭവൻ അനാഥ മന്ദിരത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിലെ അന്തേവാസി ഏകദേശം 7 മാസത്തിൽ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ വീഡിയോ ചെയ്തത്. പക്ഷേ ഒരുപാട് പേർ നമ്മുടെ വീഡിയോ കണ്ട ഒരുപാട് പേർ വളരെ മോശകരമായ രീതിയിൽ നമ്മളെ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു കമൻറ്റ് ബോക്സുകളിൽ നിറഞ്ഞത്. കാരണം നിങ്ങൾക്ക് എന്തിനാണ് അവരുടെ ജീവിതത്തിൽ കൈകടത്തുന്നത് എന്നും, അദ്ദേഹം ആ കുട്ടിയെ തന്നെ അല്ലേ കല്യാണം കഴിച്ചത്, ഇപ്പോൾ നല്ലോണം ജീവിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർ വരെ മോശകരമായിട്ടായിരുന്നു നമുക്ക് കമൻറ്റ് അയച്ചിരുന്നത്. അപ്പോൾ എനിക്കും വലിയ വിഷമം തോന്നി, ആ വീഡിയോ ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ നമ്മൾ ചെയ്ത വീഡിയോ 100% സത്യമാണ്, അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പോലീസ് ഇപ്പോൾ അവർക്കെതിരെ പോസ്കോ കേസ് വരെ ചാർത്തി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് അതിൽ സന്തോഷമൊന്നുമില്ല, പക്ഷേ എന്നാലും അതിലൊരു സമാധാനമുണ്ട്. നമ്മൾ ചെയ്ത വീഡിയോ 100% സത്യസന്ധമായിരുന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ആ കേസുമായി മുന്നോട്ട് പോകുന്നത്. കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ നമുക്ക് നിർവാഹമില്ല, എന്നാൽ പയ്യൻ്റെ പേര് എന്ന് പറയുന്നത് വിഷ്ണു എന്നാണ്. അതുപോലെ തന്നെ അനാഥ മന്ദിര നടത്തിപ്പുകാരി ഗിരിജ, അവരുടെ അമ്മ തന്നെയാണ്. അവർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തെളിയിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏകദേശം ഒക്ടോബർ 23 ഇവരുടെ കല്യാണം കഴിയുന്നത്. ഏകദേശം ജൂൺ മാസം ഫസ്റ്റ് തന്നെയാണ് 2 ഈ കുട്ടി പ്രസവിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 23 കല്യാണം കഴിച്ച് ജൂൺ മാസം 2 പ്രസവിക്കുന്ന കുട്ടിക്ക് ഏകദേശം 7 മാസം മാത്രമേ പ്രായം വരുന്നുള്ളൂ. പക്ഷേ അങ്ങനെ പ്രസവിക്കാം, 7 മാസത്തിൽ പ്രസവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും തികഞ്ഞ രീതിയിലായിരിക്കില്ല ആ കുട്ടി പ്രസവിക്കുന്നത്. പക്ഷേ ഈ കുട്ടി പ്രസവിച്ച സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു 2.5 കിലോ വെയിറ്റും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ വീഡിയോയിൽ പറയുന്നുണ്ട് ഇല്ല, അത് കള്ളത്തരമാണ് എന്ന്. നമുക്ക് ആദ്യമായിട്ട് അമ്മ പറയുന്ന വീഡിയോയിൽ ചെറിയൊരു പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞത്. 7 കഴിഞ്ഞപ്പോഴത്തേന് 8 മാസം 2-3 ദിവസം കൂടെ 8 മാസം. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. ഇങ്ങനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഇങ്ങനെ വെയിറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് തന്നത്. വെയിറ്റ് കുറവാകുമ്പോ നീട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മള് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ ഞങ്ങള് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാണിക്കാൻ. വെയിറ്റ് കൂടുന്നില്ല, അതൊരു വിഷയമായി. 2:15 വേണം കുഞ്ഞിനെ, 2:30 എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. 1,900 2 100 അങ്ങനെ കുഞ്ഞല്ലേ, നമുക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല, പാലല്ലേ, അവളാണ് ഇപ്പോഴും ഉറക്കോവാ. അപ്പോൾ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. പ്രസവിച്ച സമയത്ത് കുട്ടിക്ക് 1,900 അല്ലെങ്കിൽ 1,800 വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നും, പാല് മാത്രമല്ലേ കുടിക്കുന്നുള്ളൂ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ, പെട്ടെന്ന് വെയിറ്റ് ഒന്നും വരികയില്ല, അതുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി സമയമെടുക്കും, കുളിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് 2.5 കിലോയെങ്കിലും ഭാരം വേണമെന്നാണ് അമ്മ പറയുന്നത്. ഇത് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും പാവം സത്യസന്ധമാണ്, അങ്ങനെയാണ് പ്രസവിച്ചത്, കുട്ടി പ്രസവിക്കുന്ന സമയത്ത് 1,800 മാത്രമേ ഭാരമുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമാണ്. 100% അത് തെളിയിക്കുന്ന കുട്ടി പ്രസവിച്ച സമയത്ത് അവിടുത്തെ നേഴ്സ് തന്നെ നമ്മുടെ ഈ അനാഥ മന്ദിരം നടത്തിപ്പുകാരി ഗിരിജയോട് കുട്ടിയുടെ വെയിറ്റും പ്രസവിക്കുന്ന സമയവും പക്ക പറയുന്ന ഒരു വീഡിയോ, അതുകൂടി നിങ്ങൾക്ക് കണ്ടാൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നുള്ള ലൈവ് വീഡിയോ അവർ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ അവർക്ക് തെറ്റുപറ്റുകയാണ്, എന്ത് ചെയ്യാൻ. പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ നേഴ്സ് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. വളരെ പക്ക നേഴ്സ് പറയുകയാണ് കുട്ടി പ്രസവിച്ച സമയവും അതുപോലെ തന്നെ വെയിറ്റ്, പ്രസവിച്ച സമയത്ത് 2.5 കിലോ ഭാരമുള്ള കുട്ടിയെയാണ് 7 മാസത്തിൽ ആ കുട്ടി തികഞ്ഞ് പ്രസവിച്ചത് എന്നുള്ളതാണ് സത്യം. അങ്ങനെയും ഉണ്ടാവാം. പക്ഷേ എന്നാലും ഈ കുട്ടി ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്ന നടപടി പ്രകാരം മനസ്സിലാക്കുന്നത് ഏകദേശം കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ 2 മാസം കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. കാരണം ആ സമയത്ത് ഇദ്ദേഹം കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് അവിടെ കുടുംബ പ്രശ്നത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. ആ സമയത്ത് ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയാവുന്നില്ല.
ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ഈ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ഇവർ കല്യാണം വെച്ചത്. അതിൻ്റെ മുന്നേ ആ കുട്ടി ഗർഭിണിയായിട്ടുണ്ട് എങ്കിൽ അനാഥ മന്ദിരത്തിൽ വെച്ച് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് തീർച്ചും പീഡനമാണ്. അതിനെതിരെ പോസ്കോ കേസാണ് നിലവിൽ വരിക. പോസ്കോ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. ജിഷ്ണു എന്ന് പറയുന്ന വ്യക്തിക്ക് ഏകദേശം 15 വർഷത്തിൽ കൂടുതൽ തടവുകൾ ലഭിക്കാൻ പാകത്തിനുള്ള ഒരു കേസാണ് ഇത്. അതുമാത്രമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരവും അതുപോലെ നമ്മുടെ കേരള സർക്കാർ നിയമപ്രകാരവും തീർത്തും ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ അന്തേവാസി അവിടെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാം. അതിനുശേഷം കല്യാണം കഴിച്ചോ എന്നുള്ളതും വേറെ ഒരു കാര്യം. പക്ഷേ ആ സമയത്ത് ആ കുട്ടി ആ അനാഥ മന്ദിരത്തിലെ ഒരു അന്തേവാസിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് മൈനറാണ്, പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൂടി കാണുന്നത് കൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം ഇതിനെക്കുറിച്ച് മനസ്സിലാവും. പത്തനംതിട്ട അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്ന യുവതി പ്രസവിച്ചു. പ്രായപൂർത്തിയാകും മുൻപേ പെൺകുട്ടി ഗർഭം ധരിച്ചുവെന്ന പരാതി ഉയർന്നതോടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയം പരിശോധിച്ച ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അനാഥാലയ നടത്തിപ്പുകാരൊരാൾ വിവാഹം ചെയ്ത യുവതി കുഞ്ഞിന് ജന്മം നൽകിയതോടെയാണ് പരാതി ഉയർന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നായിരുന്നു വിവാഹം. 7 മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ജൂൺ 2-ന് യുവതി കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനാണ് യുവതി ജന്മം നൽകിയതെന്നാണ് CWCയുടെ റിപ്പോർട്ടിലുള്ളത്. 2024 ഒക്ടോബർ 9-നാണ് പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായത്. 2 ആഴ്ച കൂടി പിന്നിട്ടപ്പോഴായിരുന്നു വിവാഹം. ഈ കാലയളവ് കണക്കാക്കുമ്പോൾ 18 വയസ്സ് പൂർത്തിയാകും മുൻപ് പെൺകുട്ടി ഗർഭവതിയായി എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ അനാഥാലയത്തിൽ കഴിഞ്ഞു വന്ന പെൺകുട്ടി ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന ഗുരുതര സാഹചര്യം കൂടി ഇവിടെ വെളിപ്പെടുകയാണ്. ഇപ്പോഴും നിരവധി പെൺകുട്ടികൾ താമസിക്കുന്ന കേന്ദ്രം നൽകുന്ന സുരക്ഷ കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. CWC റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസ് യുവതിയെ പരിശോധിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് പോക്സോ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ആരെയും പ്രതി ചേർത്തിട്ടില്ല. അതേസമയം പ്രായപൂർത്തിയായ ശേഷമുണ്ടായ ബന്ധത്തിലാണ് തങ്ങൾക്ക് കുട്ടി ജനിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. 7-ാം മാസത്തിലാണ് കുഞ്ഞ് ജനിച്ചതെന്നും വിശദീകരിക്കുന്നു. കുഞ്ഞിന്റെ ശാരീരിക വളർച്ച, പിറന്ന ദിവസം എന്നിവ വെച്ച് ഗർഭധാരണത്തിന്റെ കാലയളവ് ശാസ്ത്രീയമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 100% നമ്മൾ പങ്കുവെച്ച വാർത്ത ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ അനാഥ മന്ദിരം നടത്തിപ്പുകാരി ഗിരിജയ്ക്കും അതുപോലെ തന്നെ മകൻ വിഷ്ണുവിനുമെതിരെ ഇപ്പോൾ പോസ്കോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തി എന്നും കുട്ടിയുടെ ജനന സമയവും അതുപോലെ തന്നെ അവരുടെ വെയിറ്റും എല്ലാം വെച്ചുകൊണ്ട് എപ്പോൾ ഗർഭിണിയായി എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്ന വേളയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഇപ്പോൾ അനാഥ മന്ദിരം നടത്തിപ്പുകാരി ഗിരിജയ്ക്കും അവരുടെ മകനുമെതിരെ ഇപ്പോൾ പോസ്കോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചേർത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. തീർച്ചയായിട്ടും നമ്മൾ പങ്കുവെച്ച വീഡിയോ 100% സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഇനിയും നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെ തെറി പറയരുത്. ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ ആ കുടുംബത്തെയോ ആ നടത്തിപ്പുകാരിയായ ഗിരിജയോ അല്ലെങ്കിൽ അവരുടെ മകനെയോ മോശമാക്കി കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഒരുപാട് പേർ ഈ കേരളം മൊത്തം ആ അനാഥ മന്ദിരം നടത്തിപ്പുകാരി ഗിരിജയെ കൈയടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചതാണ്. കാരണം ആരുമില്ലാത്ത ഒരു അനാഥ കുട്ടിയെ തീർച്ചയായിട്ടും തൻ്റെ സ്വന്തം മകന് കല്യാണം ആലോചിച്ച ആ അമ്മയുടെ മനസ്സ് നമ്മളും വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ ഒരുപാട് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇപ്പോഴും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആ പ്രോത്സാഹനം അങ്ങനെ തന്നെ അവിടെ വെക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുന്നേ എങ്ങനെ അവരുടെ മകൻ ആ കുട്ടിയെ പീഡിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതിനെ മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, വിമർശിക്കുന്നുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.